ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളിത്തണ്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ എന്നൊക്കെ പറയും. അത് തോരനാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്താൽ പിന്നെ അത്രയും നല്ലതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതല്ലേ. ഈ പച്ചക്കറി മാത്രമല്ല, ഏത് പച്ചക്കറി ആയാലും പിന്നെ നമ്മൾ അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അതുപോലെ തന്നെ കഴുകിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയുടെ തണ്ടൊക്കെ ഇതാ നമ്മൾ നീളം പയറൊക്കെ മുറിക്കലില്ലേ, അതുപോലെ വളരെ ചെറിയ ഇതായിട്ട് പീസായിട്ട് വളരെ ചെറിയ പീസായിട്ട് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പൂവോട് കൂടി തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാം മുറിച്ചെടുത്തത്. പൂവ് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് അതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഉള്ളിത്തണ്ട് തോരന് വേണ്ടിയുള്ള മസാല ഒന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് തേങ്ങ കൂടുന്നത്ര ആ ഉള്ളിത്തണ്ട് തോരൻ നല്ലൊരു ടേസ്റ്റും കൂടും. അപ്പോൾ ഇതാ 6-7 അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ പച്ചമുളക്, നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം. ഈ പച്ചമുളക് നമ്മൾ ഏതിനായാലും എടുക്കുന്ന സമയത്ത് പിന്നെ ഈ മുഴുവനായിട്ട് ഒന്ന് ചതച്ചിട്ടോ മുറിച്ചിട്ടോ ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നടുകെ കീറി അതിൻ്റെ ഉള്ളിൽ കേടോ മറ്റ് പുഴുക്കളോ അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തോരന് വേണ്ടിയുള്ള മസാലക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാ ഈ ചെറുതായി മുറിച്ച് വെച്ച സ്പ്രിംഗ് ഓണിയനിലേക്ക് നമ്മൾക്ക് ഈ മസാല ചതച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങയും പച്ചമുളക് വെളുത്തുള്ളിയിൽ മഞ്ഞൾപ്പൊടി ഇതൊക്കെ മിക്സാക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം, നമുക്ക് പിന്നീട് കൂട്ടാൻ പറ്റില്ല. ഇത് ഡ്രൈ ആക്കി എടുക്കുന്നതാണല്ലോ. അപ്പോൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഏകദേശം അളവ് കണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ ചെറുതായി മുറിച്ച് വെച്ച ഉള്ളിത്തണ്ടിലേക്ക് ആ മസാലയൊക്കെ ചേർത്ത് നന്നായി ഞെരടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് പാകത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അഥവാ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കല്ലുപ്പെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ഒരു പാത്രം ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചേർക്കേണ്ടതാണ് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ചേർക്കുന്നതാണ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ പൊടിയായി വളരെ നേർമയായി പൊടിയായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മസാല പിടിപ്പിച്ചതിൻ്റെ കൂടെ ഈ സവാള ചെറുതായി ചേർത്തത് പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെറുതായി വഴച്ചെടുത്തേ ഉള്ളൂ. അപ്പോൾ ചെറുതായി ഇതൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ സവാള വളരെ ചെറുതായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് മസാല പിടിപ്പിച്ച് വെച്ച ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഈ ഉള്ളിത്തണ്ടിൽ തന്നെയുണ്ട്, അത് വേവാനുള്ള വെള്ളവും ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒട്ടും ആക്കി കൊടുക്കരുത്. അപ്പോൾ ഇത് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് നമ്മൾക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ നന്നായിട്ട് അടി കരിഞ്ഞു പോകും. അപ്പോൾ ഇത് വളരെ ചെറിയ തീയിലിടാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇടയ്ക്ക് 3-4 പ്രാവശ്യം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ആ ഉപ്പൊന്ന് അലിയിച്ചിട്ട് ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇടാം, നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുകയും വേണം. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റുള്ളൊരു തോരനായത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.